തിരുവോണദിനത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ വിപുലമായ പ്രസിദ്ധമായ സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃക്കാക്കര MLA കൂടിയായിട്ടുള്ള ശ്രീ ഉമാ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താണ് ഓണവിശേഷങ്ങളൊക്കെ? ഓണവിശേഷം എല്ലാ പ്രാവശ്യത്തേതും പോലെ തൃക്കാക്കര അമ്പലത്തിൽ സമൂഹ സദ്യയുണ്ട്. എല്ലാവരോടൊപ്പം ഇരുന്ന് കഴിക്കാനായി പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ്. സാധാരണ ഞാൻ ഓണത്തിന് എന്നും PT-യുടെ വീട്ടിലാണ് പോകാറ്. അതുകൊണ്ട് സദ്യ ദിവസം ഉണ്ടാവാറില്ല, തലേദിവസമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്ന് ഇവിടെ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. 25,000 പേരിലധികം ഭക്ഷണം കഴിക്കുന്ന ഈ സമൂഹ സദ്യയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നുള്ളത് സമത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതേപോലെ ഒരു നല്ല ഓണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അത് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഓണം. അത് ഇന്ന് ഏറ്റവും സന്തോഷപ്രദമായിട്ട് ആഘോഷിക്കുന്നു. പിന്നെ ഇപ്പോൾ ചേച്ചി ഇവിടുത്തെ MLA ആണ്, ഒപ്പം തന്നെ കുറേ നാളായിട്ട് PT-യുടെ ഒക്കെ കൂടെ ഇവിടെ തന്നെയുണ്ട്. കുറേ നാളുകളായിട്ട് ഈ സദ്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയോ? ഞാൻ വരാറുണ്ട്, PT-യുടെ കൂടെയും വരാറുണ്ട്. എന്നാലും ഒരു തൃക്കാക്കര അമ്പലം എന്ന് നമ്മൾ പറയുകയും പക്ഷേ ഇത് കളമശ്ശേരി മണ്ഡലത്തിലാണെന്നുള്ള ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട്. എന്നാൽ പോലും അതായത് ഇത് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിക്കുന്ന അത്തപതാക കൊണ്ടുവന്ന് അത് തൃക്കാക്കരയ്ക്ക് കൈമാറി, തൃക്കാക്കരയിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് കൈമാറി ഇത് വരുമ്പോൾ 3 സ്ഥലങ്ങളിലെ ജനത ഒരുമിച്ച് ചേരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെ ഓണം ആഘോഷിക്കുന്നു. സമത്വത്തിൻ്റെ അതേപോലെ സാഹോദര്യത്തിൻ്റെ ഓണം ഏറ്റവും ഉത്സാഹമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നു. ഇത് കേരളത്തിലെന്നല്ല, മലയാളി എവിടെയുണ്ടോ അവരെല്ലാവരും ഈ ഓണം എന്നും ആഘോഷിക്കുന്നു. ഈ ഓർമ്മകളാണ് അടുത്ത ജനറേഷനും നമുക്ക് പകർന്നു കൊടുക്കാനാവുക എന്നുള്ള സന്തോഷമുണ്ട്. എന്തായാലും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി. MLA പറഞ്ഞതുപോലെ വിപുലമായ ഒരു സദ്യ മാത്രമല്ല, ഈ ആഘോഷം എന്ന് പറയുന്നത് തൃക്കാക്കരയുടെ പേരിലാണെങ്കിലും പക്ഷേ തൃപ്പൂണിത്തുറ മുതൽ തൃക്കാക്കര, കളമശ്ശേരി അങ്ങനെ നാടെങ്ങും വളരെ വിപുലമായ ഒരു ആഘോഷ പരിപാടി എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ നാളിലെ ഈ ഉത്സവവും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉത്സവത്തിൻ്റെ സമാപനമാണ്. കഴിഞ്ഞ 1 മുതൽ അത്തം 1 മുതൽ ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഇന്നിപ്പോൾ അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തിരുവോണ നാളിലെ ഈ ഓണസദ്യ. ക്യാമറ പേഴ്സൺ PL മനോജിനൊപ്പം മുഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.